blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇതിനു മുൻപുള്ള 100 കണക്കിന് എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത എല്ലാവരോടും, വെൽവിഷേഴ്സിനോടും, പ്രയർ പാർട്ട്നേഴ്സിനോടും പ്രത്യേകിച്ചുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്ന് പലർ ചേർന്നാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ള അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആദ്യമായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് എറണാകുളത്ത് കളമശ്ശേരിയിൽ നിന്നുള്ള ജോളി ജോസഫ്, ടെസി ജോസഫ്, ആ കുടുംബത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത്. അവരുടെ മകൾ ഫേബയുടെ ബർത്ത്ഡേ കഴിഞ്ഞ 14-ാം തീയതിയായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ഫേബ, ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഫേബ മോളെ ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു. പുതിയ ഒരു വർഷത്തിലേക്ക് അവൾ പ്രവേശിച്ചല്ലോ. സകല അനുഗ്രഹങ്ങളാലും ഈ പുതിയ വർഷത്തെ അങ്ങ് അലങ്കരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വളരെ സമാധാനം നിറഞ്ഞൊരു കുടുംബജീവിതം ഈ ഭവനത്തിൽ അങ്ങ് നൽകണമേ. ജോളി ജോസഫിനായി പ്രാർത്ഥിക്കുന്നു. നിരന്തരമായ ജോയിൻറ്റ് പെയിൻ സൗഖ്യമാകട്ടെ. 2 കൈകളിലുമുള്ള വേദന യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഫേബയെയും ജോയലിനെയും അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ഭാവി അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു സ്വഭാവത്തിൽ വളർന്നു വരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു സ്പോൺസർക്ക് വേണ്ടി ഈ സമയത്ത് നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാം. തൃപ്പൂണിത്തിൽ നിന്നുള്ള അമ്മിണി ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല ആരോഗ്യം നൽകണമേ. എല്ലാ രോഗങ്ങളിൽ നിന്നും സമ്പൂർണ്ണമായൊരു സൗഖ്യം ആ സഹോദരിക്ക് കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2ാമത്തെ മകൾ റൂബിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗത്തിൽ നിന്നും പരിപൂർണമായ സൗഖ്യം ആ സഹോദരിയിൽ ഉണ്ടാകട്ടെ. 6 മക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോരുത്തരെയും ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. എല്ലാ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒരു സ്പോൺസർ കൂടെയുണ്ട്, നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. തൊടുപുഴയിൽ നിന്നുള്ള ജോസ് ജോണിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോൺ തിരികെ അടയ്ക്കുവാൻ ആവശ്യമായ സകല കൃപകളും കർത്താവ് കൊടുക്കണമേ. സ്ഥലം വിൽപ്പനയ്ക്കായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീട് വാങ്ങുവാനായി പ്രാർത്ഥിക്കുന്നു. 3 മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കർത്താവെ വളരെ നല്ല ഒരു ഭാവി അങ്ങ് നൽകണമേ. ഓരോരുത്തരെയും സകല നന്മകളാലും അങ്ങ് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഓരോ സ്പോൺസറേയും അവരോട് ബന്ധപ്പെട്ടവരുടെയും പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. റാന്നി ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സെപ്റ്റംബർ 19 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. വളയനാട് ഓഡിറ്റോറിയം, മാമുക്ക്, റാന്നി. കിളിമാനൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സെപ്റ്റംബർ 20 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, കിളിമാനൂർ, തിരുവനന്തപുരം. ഈ സഹോദരിയുടെ പേര് ലൂസി. 2001 ഈ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞത്. 2003 ഇവർക്ക് ഈ ആദ്യത്തെ കുഞ്ഞ് പിറന്നു. മകനിപ്പോൾ ഏകദേശം 10 വർഷമായി. എന്നാൽ ഈ 10 വർഷത്തിനിടയ്ക്ക് അവർക്ക് 2ാമതൊരു കുഞ്ഞ് വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല. അത് മാത്രമല്ല, 2 തവണ അവർക്ക് പ്രഗ്നൻ്റ് ആയതിനു ശേഷം അത് മിസ്കാരേജായി 2 കുട്ടികൾ നഷ്ടപ്പെട്ടു. അത് 2-3 മാസങ്ങളിൽ 2 കുട്ടികളും നഷ്ടപ്പെട്ടു. ഇവർക്ക് വളരെയധികം വിഷമമായിരുന്നു. ഇതിനിടയിൽ ഏകദേശം കുറച്ച് നാളുകൾക്ക് മുൻപ് ഇവർ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണാൻ തുടങ്ങി. 2013 മെയ് മാസം ഇവർ വീണ്ടും പ്രഗ്നൻ്റായ സമയത്ത് ഇവരാരോടും പറഞ്ഞിരുന്നില്ല. കാരണം അതിന് മുൻപത്തെ ഒത്തിരി നാളുകൾ പല ആളുകളും കളിയാക്കിയിരുന്നു. 2 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, ഒത്തിരി
വിഷമമെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനും അങ്ങനെ സംഭവിക്കുമെന്നുള്ളൊരു ഇതുകൊണ്ട് അവർ ആരോടും പറയാതെയാണ് അത് വെച്ചുകൊണ്ടിരുന്നത്. അതിനിടയിൽ ആ മെയ് മാസത്തിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഹാളിൽ വെച്ച് നടന്ന ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ഇവർ വന്നതിന് ശേഷം ഇവർ അന്നത്തെ അനൗൺസ്മെൻറ്റുകൾ കേട്ടിട്ട് അവർ മൈ പ്രയർ ഡയറി അതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ്, എൻ്റെ പ്രാർത്ഥന ഡയറി അതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് അവർ വാങ്ങിക്കൊണ്ട് പോയി. അവരതിന് ശേഷം അതിൽ 24-ാമത്തെ 25-ാമത്തെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിൽ 24-ാമത്തെ പ്രാർത്ഥന ഡ്യൂറിങ് പ്രഗ്നൻസി ടൈമിന് ഇടയ്ക്കുള്ള പ്രാർത്ഥന, 25-ാമത്തെ പ്രാർത്ഥന ഫോർ എ ഗുഡ് ഡെലിവറി. അത് പ്രാർത്ഥിക്കുക മാത്രമല്ല, അവിടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി വെക്കുന്ന സ്ഥലത്ത് അവർ ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. അതിലേറ്റവും ആദ്യത്തെ 2 പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അവിടെ അവർ എഴുതി വെച്ചത് ക്വിക്ക് ആൻഡ് പെയിൻലെസ് ഡെലിവറി. മകൻ്റെ ഡെലിവറി ടൈമിൽ ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു ആ സഹോദരിക്ക്. അതുകൊണ്ട് അതുപോലെ ഉണ്ടാകുന്നത് മാത്രമല്ല 35ഓളം വയസ്സായി. അതുകൊണ്ട് അതിലുള്ള കോംപ്ലിക്കേഷനൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. അവിടെ അവർ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. 2-ാമത്തെ പ്രാർത്ഥന സൗന്ദര്യമുള്ള ആരോഗ്യവതിയായ നല്ലൊരു പെൺകുഞ്ഞ് വേണമെന്നുമാണ് അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അത്രയും നാളത്തെ പ്രാർത്ഥനയ്ക്ക് പല കോംപ്ലിക്കേഷനും പല കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് അതിനെല്ലാം വിപരീതമായി അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി അവർക്ക് ഒരു പെൺകുഞ്ഞ് പിറന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അത്ഭുതം. ആ ഒരു കുഞ്ഞാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്, അലാന ഗ്രേസ്. ഇപ്പോൾ ഏകദേശം 7 മാസമായ ആ കുഞ്ഞിന്. അവർ പറഞ്ഞ പോലെ വളരെ ഭംഗിയുള്ള കുഞ്ഞാണ്, ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞാണ്, വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കുഞ്ഞാണ്. 2 തവണ മിസ്കാരേജ് നടന്നു. ഇത്രയും പ്രായമായതിനിടയിലാണ് ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് ഇടയായത്. മാത്രമല്ല, അവരുടെ വീടിനടുത്ത് അവർക്കൊരു ജോലി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മകളായതിനു ശേഷം സഹോദരി പറഞ്ഞു, വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വളരെ നല്ലൊരു സ്കൂളിൽ ആ സഹോദരിക്ക് പെർമനന്റ് പോസ്റ്റിൽ ജോലിയും ലഭിച്ചു എന്നാണ് ആ സഹോദരി പറയുന്നത്. പ്രൈസ് ഗോഡ്. ഈ 2 ഡെലിവറി, ഇതാണോ ആദ്യത്തെ മകൻ? ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എത്ര വയസ്സുണ്ട്? 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. മോന് 10 വയസ്സ് കഴിഞ്ഞിട്ടാണ് മോളുണ്ടായത് തന്നെ. ഓക്കെ. ഇതിനിടയിലാണ് നിങ്ങൾക്ക് 2 പ്രാവശ്യം അബോർഷൻ ആയി പോയത്. ഡോക്ടേഴ്സ് എന്താണ് പറഞ്ഞത്? ഡോക്ടേഴ്സ് പറഞ്ഞു എനിക്ക് മോൻ അവനേക്കാട്ടിലും മുന്നേ തന്നെ ഒരു പ്രാവശ്യം ഇതേപോലെ അബോർഷൻ ആയിട്ടുണ്ട്. പ്ലസൻ്റെ പ്രീവി ആയിരുന്നു. അപ്പോൾ അതാണ് കാരണം മെയിനായിട്ട്. പ്ലസൻ്റെ താഴെ. അപ്പോൾ വെയിറ്റ് കൂടുന്തോറും അതങ്ങനെ പുറത്തേക്ക് അതാണ്. അപ്പോൾ മോനെ തന്നെ ഞാൻ കുറേ റെസ്റ്റും ഒക്കെ കഴിഞ്ഞ് മെഡിസിനും ഇഞ്ചക്ഷനൊക്കെ കിട്ടിയിട്ടാണ് മോനെ കിട്ടിയത്. ഭയങ്കര ഫുൾ ടൈം റെസ്റ്റ് ആയിരുന്നു. പക്ഷേ മോളെ പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്ക് പെർമനൻറ്റ് പോസ്റ്റിങ്ങുമായി. സ്കൂളിലും പോകണം, ലീവ് എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ ടീച്ചറാണ്. ഇവിടുത്തെ മിഷൻ സ്കൂളിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജൂണിൽ സ്കൂളിൽ കയറിയ മുതലേ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ റെസ്റ്റ് ചെയ്ത് കിടന്നിട്ടില്ല? ഇല്ല, തീരെ റെസ്റ്റ് ചെയ്ത് കിടന്നിട്ടില്ല. കർത്താവ് കൊടുത്ത അത്ഭുതം കണ്ടോ? എൻ്റെ ക്ലാസ്സിലായിരുന്നു ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത്. ഞാൻ 5th സ്റ്റാൻഡേർഡിലെ ടീച്ചറാണ്. ഏറ്റവും കൂടുതൽ 65 കുട്ടികളാണ് എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നത്. ഒരു ക്ഷീണവും എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എൻ്റെ പ്രാർത്ഥന ഡയറി എന്ന് പറയുന്ന പുസ്തകം വായിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്തപ്പോൾ കർത്താവ് ചെയ്ത അത്ഭുതമാണ്. എത്ര പേർ കൈകൾ ഉയർത്തി ഒരു വലിയ ഹല്ലേലൂയ കർത്താവിന് പറയും? അലാന ഗ്രേസ് അല്ലേ? അലാന ഗ്രേസ്. കർത്താവെ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അലാന ഗ്രേസിനുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൃപകളും ഈ കുഞ്ഞിൻ്റെ മേൽ പകരണമേ. കർത്താവ്, ഈ മകളെയും ഈ മകനെയും ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും നിറച്ചതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ജനം ചേർന്ന് ആമേൻ പറഞ്ഞാലും. God provides everything in a supernatural way. നമുക്ക് വേണ്ടി നമ്മുടെ ബുദ്ധിക്കപ്പുറത്ത് നമുക്ക് ചില കാഴ്ചപ്പാടുകളും കാര്യങ്ങളും കണക്കൂട്ടലുകളും ഉണ്ട്. അതിനപ്പുറത്ത് നമുക്ക് വേണ്ടി സകലവും നാം ജനിക്കുന്നതിന് മുൻപേ അവൻ കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആശങ്കകൾക്ക് സ്ഥാനമില്ല. അതിനപ്പുറത്ത് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. എന്നാൽ മനുഷ്യർക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുള്ള ഏറ്റവും വലിയ സൂപ്പർ നാച്ചുറലായ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷ. ജോലി അതെങ്ങനെയും എവിടെയെങ്കിലുമൊക്കെ ഒപ്പിക്കാം. രോഗസൗഖ്യം ഹോസ്പിറ്റലിലൂടെയോ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്കാം. പണം എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ സങ്കീർത്തനം 49:7 വചനത്തിൽ പറയുന്നത് ഒരു മനുഷ്യന് വേറൊരു മനുഷ്യനെ വീണ്ടെടുക്കാൻ സാധ്യമല്ല. ഇങ്ങനെ പറയാൻ കാരണം ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും പാപം ചെയ്ത് തൻ്റെ ആത്മാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, ആത്മാവിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു.
അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ആരും മരണശേഷം ദൈവത്തോടുകൂടെ നിത്യജീവിതം ചെലവഴിക്കുവാൻ സാധ്യമല്ലാത്ത രീതിയിൽ അയോഗ്യരായി തീർന്നിരിക്കുകയാണ്. സകലരും മനുഷ്യകുലം മുഴുവൻ പാപം ചെയ്തിരിക്കുന്നു. ഈ മനുഷ്യൻ്റെ വീണ്ടെടുപ്പാണ് ദൈവം കരുതിയതിൽ ഏറ്റവും വലിയ കരുതൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുമ്പോൾ, എല്ലാ ദിവസവും ബ്ലെസ്സിങ് ടുഡേ കാണുമ്പോൾ, അതിലൂടെ മനുഷ്യർ നേടിയെടുക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും നമുക്ക് എണ്ണുവാൻ കഴിയില്ല. അത് കാണിക്കുന്നത് ദൈവത്തിന് പരിമിതികളില്ലാത്ത അത്രയും നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിവുണ്ടെന്നാണ്. അത് ദൈവം ചെയ്തുകൊണ്ടിരിക്കും. നിത്യജീവിതത്തിൽ ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമുള്ള സകലവും അവൻ നമുക്ക് വേണ്ടി കരുതും. എന്നാൽ ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ ഒരു യുവാവ് വന്നപ്പോൾ കർത്താവ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: മനുഷ്യൻ ഈ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ പ്രാണനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് ഫലം? ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടിയെന്നിരിക്കട്ടെ. നല്ലൊരു വീട് വേണം, കിട്ടി. നല്ലൊരു വിവാഹം നടന്നു. നല്ല കുഞ്ഞുങ്ങൾ വേണം, അതുണ്ടായി. നല്ല ജോലി, അതുണ്ടായി. നല്ല ബാങ്ക് ഡിപ്പോസിറ്റ്, അതുണ്ടായി. ഒരു എസ്റ്റേറ്റ് വേണം, അതും കിട്ടി. നല്ലൊരു കാറ് വേണം, അതും കിട്ടി. ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങൾക്ക് കിട്ടി, ആഗ്രഹിക്കുന്നതിനപ്പുറത്തും കിട്ടി. പക്ഷേ സ്വന്തം പ്രാണനെ നഷ്ടമാക്കിയാൽ എന്തായിരിക്കും ആ വ്യക്തിയുടെ അവസ്ഥ? ഇതാണ് യേശു ആ യുവാവിനെ കുറിച്ച് ചോദിച്ചത്, പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കന്മാർ എല്ലാവരോടും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന സ്വപ്നങ്ങൾ മുഴുവൻ നിങ്ങൾ കണക്ക് കൂട്ടുന്നതിനേക്കാൾ ഉപരിയായി ചെയ്തു തരുവാൻ ദൈവത്തിന് പ്രാപ്തിയുണ്ട്. അവൻ നമ്മുടെ പിതാവായതുകൊണ്ട് അവൻ ചെയ്തു തരും. പക്ഷേ നമ്മുടെ മെയിൻ ഫോക്കസ് അവിടെ ആയിരിക്കരുത്. നമ്മുടെ മെയിൻ ശ്രദ്ധ ആയിരിക്കേണ്ടത് നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ്, നിത്യജീവൻ, നിത്യരക്ഷ അതിലായിരിക്കണം. എത്ര പേർ ഹല്ലേലൂയ പറയും? ബൈബിളിൽ ഇങ്ങനെയാണ് സ്വർഗത്തിലെ പിതാവിൻ്റെ ഇഷ്ടം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബൈബിളിൽ പിതാവിൻ്റെ ഇഷ്ടം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യനും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. വളരെ സ്പെഷ്യലായി ഒരു കാര്യം പറയുവാനാണ് ഈ സന്ദേശത്തിൻ്റെ ഇടയിൽ ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2-3 വർഷങ്ങൾ കൊണ്ട് ഈ ബ്ലെസ്സിങ് ടുഡേ ലോകം എമ്പാടും അനേക ലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് കത്തുകളിലൂടെയും അല്ലാതെയും സാക്ഷ്യങ്ങളിലൂടെയൊക്കെ അറിയുമ്പോൾ കർത്താവിനോട് ഞങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിഞ്ഞുകൂടാ. മാത്രമല്ല, ഇതിനെ സ്പോൺസർ ചെയ്യുവാൻ 100 കണക്കിന് പേർ എല്ലാ ദിവസവും മുന്നോട്ട് വരുന്നതും വലിയൊരു പ്രോത്സാഹനമാണ്. അപ്പോൾ തന്നെ ഏതാനും ആഴ്ചകൾ കഴിയുമ്പോൾ നമ്മുടെ 1000ാമത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ്. എന്നാൽ അതിനു മുൻപ് തന്നെ ബ്ലെസ്സിങ് ടുഡേയിലെ ടീം പല പ്രാവശ്യം ഇരിക്കുകയും പ്ലാൻ ചെയ്യുകയെല്ലാം ചെയ്യുമ്പോൾ എങ്ങനെ ഇതിനെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു പ്രോഗ്രാമാക്കി മാറ്റാം എന്ന് ഇപ്പോൾ ചിന്തിക്കുകയും അതുപോലെ പ്ലാൻ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം നിങ്ങൾ തുടർച്ചയായി ബ്ലെസ്സിങ് ടുഡേ കാണുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ഉള്ളിൽ പല നിർദ്ദേശങ്ങളുണ്ടായിരിക്കും, സജഷൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം, ഈ പ്രോഗ്രാം കൂടെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ഇങ്ങനൊരു വ്യത്യാസം വരുത്തിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെയുള്ള നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും, വളരെ വിലപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും അടുത്ത ഒരാഴ്ചക്കകം ബ്ലെസ്സിങ് ടുഡേ ഓഫീസിൽ എത്തത്തക്ക രീതിയിൽ കത്ത് വഴിയായോ അല്ലെങ്കിൽ SMS വഴിയായോ ഫോൺ വിളിച്ചോ അതല്ലെങ്കിൽ suggestions@blessingtoday.tv എന്ന ഇമെയിലായിരിക്കും വളരെ എളുപ്പം. അത് സാധിക്കുന്ന എല്ലാവരും അത് ചെയ്യുക. വേഗത്തിൽ തന്നെ നമുക്ക് അത് ഡിസ്ക്രിപ്റ്റീവായി നിങ്ങൾക്ക് എഴുതുകയും ചെയ്യാം. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പരിഗണിച്ച് അതിൽ സാധിക്കാവുന്നതെല്ലാം ചെയ്ത് ഈ ബ്ലെസ്സിങ് ടുഡേ കൂടുതൽ പേർക്ക് അനുഗ്രഹമായി മാറ്റുവാൻ
ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എത്രയും വേഗം ഇതിനോട് റെസ്പോണ്ട് ചെയ്യുക. നമ്മളെക്കുറിച്ച് നമ്മുടെ സ്വർഗീയ പിതാവ് എന്താണ് ആഗ്രഹിക്കുന്നത്? നാം നശിച്ചു പോകരുത്. നശിച്ചു പോകുക എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ ആത്മാവ് നശിച്ചു പോകരുത് എന്നാണ്. അങ്ങനെ നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കണം, നിത്യജീവൻ പ്രാപിക്കണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ അബ്രഹാമിന് വളരെ പ്രായം ചെന്ന് ഏകദേശം 100 വയസ്സ് ഉള്ളപ്പോഴാണ് തനിക്ക് ഇസഹാക്ക് എന്ന മകൻ ജനിക്കുന്നത്. ഈ മകൻ ജനിച്ച ശേഷം ഒരു ദിവസം ദൈവം അബ്രഹാമിനോട് പറയുന്നു, നീ വളരെ സ്നേഹിക്കുന്ന നിന്റെ ആ പുത്രനെ എനിക്ക് യാഗമായി അർപ്പിക്കണം. അബ്രഹാം ഒന്ന് ആലോചിച്ച് നോക്കുക, 100ാമത്തെ വയസ്സിൽ പിറന്ന ഒരു കുഞ്ഞിനെ ബലി കഴിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ നമ്മൾ ചെയ്യുമോ? ആ കുഞ്ഞിന് എക്സ്ട്രാ ഒരു മൂല്യം നമ്മൾ കൊടുക്കും. കാരണം കർത്താവ് വളരെ പ്രാർത്ഥിച്ചിട്ട് തന്ന. ഒത്തിരി മാതാപിതാക്കളും എന്നോട് ഒന്ന് പറയാറുണ്ട്, ഈ മോനെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് ദൈവം എനിക്ക് തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തടകിക്കൊണ്ടാണ് പറയുന്നത്. കാരണം അത്രത്തോളം വാത്സല്യമുണ്ട്. അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോൾ ജനിച്ച മകനാണ് ഇസഹാക്ക്. എന്നാൽ ദൈവം എന്ത് പറഞ്ഞു? നീ അത്രയും സ്നേഹിക്കുന്ന ആ കുഞ്ഞിനെ എനിക്ക് യാഗമായി അർപ്പിക്കുക. അബ്രഹാം ഒട്ടും മടിച്ചു നിൽക്കാതെ പിറ്റേ ദിവസം രാവിലെ തന്നെ ആ കുഞ്ഞുമായി ഇസഹാക്കുമായി ഒരു മലമുകളിലേക്ക് കയറി അവിടെ യാഗം കഴിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത ശേഷം ബലി കഴിക്കുവാൻ വേണ്ടി താൻ കത്തിയെടുത്ത് ആ കുഞ്ഞിനെ നേരെ കൊണ്ടുവരുമ്പോൾ ദൈവം തന്നെ പറഞ്ഞു, അബ്രഹാമേ, ബാലൻ്റെ മേൽ നീ കൈവയ്ക്കണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം കാണുന്നത് അബ്രഹാം തിരിഞ്ഞു നോക്കുമ്പോൾ മുള്ളിനിടയിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു ആടിനെ കണ്ടു, ഒരു കുഞ്ഞാടിനെ കണ്ടു. ഇസഹാക്കിന് പകരം, ശ്രദ്ധിച്ചു കേൾക്കുക, ഇസഹാക്കിന് പകരം ആ കുഞ്ഞാടിനെയാണ് അവിടെ ബലി കഴിച്ചത്. അതിൻ്റെ അർത്ഥം അബ്രഹാം അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ ദൈവം തനിക്ക് വേണ്ടി ഒരു യാഗവസ്തുവിനെ നേരത്തെ തന്നെ അവിടെ ഒരുക്കിയിരുന്നു. ഹല്ലേലൂയ. ആ മകനെ യാഗം കഴിക്കേണ്ടി വന്നില്ല, പകരം ഒരു കുഞ്ഞാടിനെ അവിടെ യാഗം കഴിച്ചു. ഇത് പഴയ നിയമത്തിൽ കാണുന്ന ഒരു നിഴലാണ്, അല്ലെങ്കിൽ ചിത്രീകരണമാണ്, അല്ലെങ്കിൽ ഇനി വരുവാനിരിക്കുന്ന ഒരു സംഭവത്തിൻ്റെ ഒരു മുന്നോടിയാണ്. എന്താണ് ആ സംഭവം? ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുവിനെ നമുക്ക് എല്ലാവർക്കും വേണ്ടി നാം മരിക്കേണ്ട സ്ഥാനത്ത്, പാപത്തിൻ്റെ ശിക്ഷ നാം അനുഭവിക്കേണ്ട സ്ഥാനത്ത് യേശു തന്നെ നമുക്ക് വേണ്ടി വന്ന് അത് ഏറ്റെടുത്ത് അവൻ നമുക്ക് വേണ്ടി മരിക്കും എന്നതിൻ്റെ ഒരു മുന്നോടിയാണ് അന്ന് അവിടെ സംഭവിച്ചത്. വർഷങ്ങൾ പലത് പിന്നിട്ടു. യേശു ഈ ഭൂമിയിൽ ബത്ലഹേമിൽ ജനിച്ചു. അതിനുശേഷം യേശു വളർന്നു. 33 വയസ്സ് പിന്നിട്ടപ്പോൾ നമുക്കെല്ലാവർക്കും വേണ്ടി അവൻ കാൽവരി ക്രൂശിലെ യാഗമായി തീർന്നു. ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നവൻ വിളിക്കപ്പെട്ടു. സ്നാപയോഹന്നാൻ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ലോകത്തിൻ്റെ പാപങ്ങൾ എന്നുദ്ദേശിക്കുന്നത് ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. 2 കണ്ണുകളും തുറന്ന് ഒരു നിമിഷം എന്നെ നോക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഇരിക്കുന്ന സകലരുടെയും, സകല സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും, സ്റ്റേജിലിരിക്കുന്നവരുടെ, എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന സകല മനുഷ്യരുടെയും പാപങ്ങൾ ചുമന്നുകൊണ്ടാണ് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത്. അവൻ ദൈവം നമുക്ക് വേണ്ടി അയച്ച, ഒരുക്കിയ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ഇസഹാക്ക് മരിക്കേണ്ട സ്ഥാനത്ത് അവനെ കെട്ടഴിച്ചു വിട്ട്, യാഗപീഠത്തിൽ നിന്ന് അവനെ കെട്ടഴിച്ച് ഇറക്കി താഴെ നിർത്തിയ ശേഷം ഈ കുഞ്ഞാടിനെ അവിടെ കിടത്തി ആ കുഞ്ഞാടിനെയാണ് ബലിയായി അർപ്പിച്ചത്. അതുപോലെ പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. എന്നാൽ ആ മരണം നമ്മൾ അനുഭവിക്കാത്ത രീതിയിൽ യേശു നമുക്ക് വേണ്ടി ആ സ്ഥാനത്ത് മരിച്ചു. കൈകൾ തട്ടി യേശുവിന് നന്ദി പറയാം.
സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മഹാദൈവമേ, രോഗികളെ സൗഖ്യമാക്കുവാൻ അങ്ങയുടെ കരം അങ്ങിപ്പോൾ നീട്ടിയിരിക്കിയാൽ നന്ദി പറയും. അദൃശ്യമായ അങ്ങയുടെ കരങ്ങൾ കർത്താവെ രോഗക്കിടക്കിലായിരിക്കുന്നവരുടെ അടുക്കലേക്ക്, ആശുപത്രികളിലേക്ക്, കാഷ്വാലിറ്റിയിലേക്ക്, അതുപോലെ ICUവിലേക്ക്, വെന്റിലേറ്ററിൽ കിടക്കുന്നവരിലേക്ക് ഒക്കെ കർത്താവ് ഇപ്പോൾ പ്രവേശിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ദൈവികമായ ഒരു വലിയ വിടുതൽ കർത്താവെ അങ്ങ് നൽകുന്നതിനാൽ നന്ദി പറയുന്നു. ബ്രെയിൻ ട്യൂമർ ബാധിച്ച ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം ആ ബ്രെയിൻ ട്യൂമർ മാറിപ്പോകട്ടെ. ശരീരത്തിൻ്റെ പല സ്ഥലങ്ങളിലെ ട്യൂമറുകൾ, അതുപോലെ മുഴകൾ, ഗ്രോത്തുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പരിപൂർണമായും മാറിപ്പോകട്ടെ. ഓരോ ജോയിൻറ്റിലും വേദനയുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ അവിടെ ഈ സമയത്ത് നടക്കട്ടെ. ഇൻ ജീസസ് നെയിം. HIV പോസിറ്റീവായ വ്യക്തികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ പരിപൂർണമായും അവർ സൗഖ്യമാകട്ടെ. മാരക രോഗങ്ങൾ വിട്ടുമാറട്ടെ. അതുപോലെ ക്രോമസോമിനോടനുബന്ധിച്ചുള്ള ചില രോഗങ്ങൾ, ചില കുട്ടികളിലും മറ്റുള്ളവരിലുള്ള ക്രോമസോമിനോടനുബന്ധിച്ചുള്ള പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള പ്രയാസങ്ങൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ലങ്സിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ പൂർണ്ണ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം. അതുപോലെ പാൻക്രിയാറ്റിക് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹെപ്പറ്റൈറ്റിസ് B-C തുടങ്ങിയത് യേശു കർത്താവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. അതുപോലെ ഇയർ ഇംബാലൻസ് പ്രോബ്ലം അനുഭവിക്കുന്ന ചില വ്യക്തികൾ പൂർണ്ണമായൊരു വിടുതൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഇൻ ജീസസ് നെയിം, ജീസസ് നെയിം. താങ്ക് യു. പൈൽസ് രോഗം മാറിപ്പോകട്ടെ. ഫിസ്റ്റൂല, ഫിഷർ പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഹെർണിയ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കുട്ടികളില്ലാത്തവർ ഈ സമയത്ത് വിശ്വസിക്കുക. കർത്താവിന് എത്ര അസാധ്യമെന്ന് പറഞ്ഞാലും കർത്താവിന് ചെയ്യാൻ കഴിയും. ആ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവ് കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഞാൻ കൈനീട്ടുന്നു. കർത്താവെ അവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിഴലിടട്ടെ. ഒരു വലിയ അത്ഭുതം കർത്താവ് ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. മദ്യപാന ശീലത്തിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നവർ, ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ ഒത്തിരി പേർ വിടുവിക്കപ്പെട്ടു. ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മദ്യപാനം, പുകവലി, ഡ്രഗ് അഡിക്ഷൻ തുടങ്ങിയ ദുശീലങ്ങളിൽ നിന്നും വിടുതൽ കിട്ടുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ അവരുടെ അടുത്ത ബന്ധത്തിൽപ്പെട്ടവർ, പ്രാർത്ഥിക്കുന്നവർ ഇപ്പോൾ വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. ഐ കമാൻഡ് ദ സ്പിരിറ്റ് ഓഫ് അഡിക്ഷൻ, ദാറ്റ് ബോണ്ടേജ് ബി ബ്രോക്കൺ ഇൻ ദ നെയിം ഓഫ് ജീസസ്. വലിയൊരു ഫ്രീഡം അവർക്കുണ്ടാകട്ടെ. ഇമോഷണലി, മെൻ്റലി അവർക്കൊരു ഫ്രീഡം ഉണ്ടാകട്ടെ. കർത്താവെ, നീ അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. ഒരത്ഭുതം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിശ്വസിക്കുക. കർത്താവ് അത്ഭുതം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഐ റിലീസ് ഫൈനാൻഷ്യൽ മിറക്കിൾസ്, ഹീലിംഗ് മിറക്കിൾസ്. കർത്താവെ, ഏതെല്ലാം രീതിയിലുള്ള അത്ഭുതങ്ങൾ അങ്ങേക്ക് ചെയ്യാം. അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. കർത്താവെ, നീ അങ്ങനെ ചെയ്ത എല്ലാ നന്മകൾക്കുമായി ഞങ്ങൾ വിശ്വാസത്തോടെ നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ റാന്നിയിൽ നടക്കുകയാണ്. ശനിയാഴ്ച കിളിമാനൂരാണ്. ഈ 2 ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഓരോ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലും വന്ന ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് വ്യക്തികൾ, ജനങ്ങളോട് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. വീണ്ടും വരിക, അനുഗ്രഹം പ്രാപിക്കുക. ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്. ഞങ്ങളുടെ ടീമിലുള്ളവരെല്ലാം മനുഷ്യർ. എന്നാൽ ഞങ്ങളെ കാണാനല്ല, അതിനപ്പുറത്ത് നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി വരുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങൾക്ക് ഇതുവരെ കർത്താവ് തന്ന നന്മകൾ എന്താണ് എന്ന് കേൾക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. പ്ലീസ് ഡു കം വിത്ത് യുവർ ഫ്രണ്ട്സ്, വിത്ത് യുവർ റിലേറ്റീവ്സ്, വിത്ത് യുവർ ഫാമിലി മെമ്പേഴ്സ്. മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേ എന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ, പുസ്തകങ്ങൾ, എൻ്റെ പ്രാർത്ഥന ഡയറി, ആശിഷുമാരി തുടങ്ങിയ പുസ്തകങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം, വെബ്സൈറ്റ് സന്ദർശിക്കുക.
കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയോടെങ്കിലും ഇന്ന് തന്നെ അതിനെക്കുറിച്ച് പറയാം. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. നാളെ ഈ വീക്കിലെ അവസാനത്തെ പ്രോഗ്രാമാണ്, മിസ് ചെയ്യരുത്. God bless you. See you tomorrow. Bye-bye. Today I'm going to speak to you about benefits of the favor of the Lord. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ദൈവത്തിന്റെ പ്രസാദത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. ബൈബിൾ ന്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഞാൻ ഒരു കഴുതയെ പോലും വാങ്ങിയിട്ടില്ല എന്ന് ദൈവത്തോട് പറഞ്ഞതാര്? Who said, I have not taken so much as a donkey from them? Options: A. Moshe, B. Caleb, C. Joshua, D. Aharon. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് OM ബുക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്.